ഇന്ന് നമ്മളൊരു പാവയ്ക്ക കൊണ്ടുള്ള ഒരു കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാവയ്ക്ക നന്നായി വറുത്ത് കോരുന്നുണ്ട്. വറുത്ത് കോരി അതിന് വേണ്ടി നമുക്ക് അരയ്ക്കാൻ വേണ്ട മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പാവയ്ക്ക എടുത്തുള്ളൂ. അപ്പം ഒരു 1/4 കപ്പ് തേങ്ങയിലോട്ട് നമ്മൾ പച്ചമുളക് ചേർത്ത് അരയ്ക്കും. നന്നായി അരയണം, വെണ്ണനെയ്യ് പോലെ അരയണം. അരച്ചതിന് ശേഷം നമ്മൾ അരച്ച് ലാസ്റ്റിലെത്തുമ്പോൾ ഒന്ന് കടുക് ചേർത്ത് ചതച്ചെടുക്കണം. കടുക് ഒരു 1.5 ടീസ്പൂൺ മതിയാവും. എന്നിട്ട് നമ്മൾ അതിനകത്തിലോട്ട് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ് ഒഴിക്കുന്നത്. അത്രയും ഒഴിച്ചാൽ മതി. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ കടുക് താളിക്കാൻ വേണ്ടി നമ്മൾ കടുകിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും ഒപ്പം തന്നെ ഇടാം. എന്നിട്ട് നമ്മുടെ കൂട്ടി വെച്ചിരിക്കുന്ന തേങ്ങ അടങ്ങിയ മിശ്രിതം അതിനകത്തിടണം. എന്നിട്ട് വറുത്ത് കോരിയിരിക്കുന്ന നമ്മുടെ പാവയ്ക്ക എടുത്ത് അതിനകത്ത് നന്നായിട്ട് കൈകൊണ്ട് ഞെരടിയിടുക. എന്നിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറിയ ചൂടാകണം. അപ്പോഴത്തേക്ക് തീ അങ്ങ് ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കറിവേപ്പില ഇടാം. കുറച്ച് സ്വാദ് കിട്ടും. പിന്നെ നല്ല കട്ട തൈര് തണുത്തതിന് ശേഷം ഒരു 4-5 സ്പൂൺ നമ്മുടെ ഒരു പുളിയുടെ സ്വാദനുസരിച്ച് ചേർക്കുക. എന്നിട്ട് കറിവേപ്പില ഇട്ട് ഗാർണിഷ് ചെയ്ത് പാവയ്ക്ക കിച്ചടി റെഡിയാണ്.